देखा पाटले गिर गया अरे फैन ओडिച്ചപ്പോ गिरनाई इतरे हिंदी पढ़ना भाषा कौन सा भाषा आपका भाषा क्या भाषा किधर है तुम्हारा गांव किधर है बांग्लादेशी तुम बांग्लादेशी वो मेरा बहन को लिखा है बहन में बांग्लादेशी और तुम्हारे गांव में कहाँ है तुम दो ठोक हाँ हमारे घर बांग्लादेशी और बांग्लादेशी दो ठोक आपका बांग्लादेशी हाँ नहीं जानता കൊല്ലടാ കൊല്ല് അങ്ങ് അടിച്ചു കൊന്നേക്കണം. എന്നിട്ടേ നിന്റെയൊക്കെ രാജ്യസ്നേഹമുണ്ടല്ലോ അതങ്ങോട്ട് മൂപ്പിച്ച് കാണിക്കണം. ഈ പ്രബുദ്ധ കേരളം ഇത്രയും ഉയർച്ചയിലെത്തുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നുള്ളതാണ്. പ്രിയരെ, ഈ പാവപ്പെട്ട മനുഷ്യനില്ലേ ഇത്രയും മൃഗീയമായ രൂപത്തിൽ കൊല ചെയ്യപ്പെടാനുള്ള കാരണം എന്താണെന്നറിയുമോ? ഇദ്ദേഹം കളവ് നടത്തിയതിൻ്റെ പേരിലല്ല, കൊലപാതകം നടത്തിയതിൻ്റെ പേരിലല്ല, ഈ രാജ്യത്തെ ഒറ്റിയതിൻ്റെ പേരിലുമല്ല, മറിച്ച് ഒരു കൂട്ടം കാബാലികരായ ആളുകൾക്ക് രാജ്യസ്നേഹം മൂത്തപ്പോഴേ അതിൻ്റെ പ്രതിഫലനമായിക്കൊണ്ട് ഈ പാവപ്പെട്ടവൻ അങ്ങ് ബംഗ്ലാദേശിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയ നുഴഞ്ഞുകയറ്റക്കാരനായി മാറി എന്നുള്ളതാണ് വസ്തുത. അതല്ല, അത് വേറെ കാര്യം. ഈ ആരോപണത്തിൻ്റെ പേരിൽ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ശരീരത്ത് അടികൊള്ളാൻ ഇനി സ്ഥലമില്ല എന്നുള്ളതാണ്. കൊണ്ട അടിയുടെ ആഘാതത്താൽ ഈ പാവപ്പെട്ടവൻ്റെ ആന്തരിക അവയവങ്ങൾ മുഴുവനും തകർന്നുപോയി എന്നതാണ്. ഇങ്ങനെ മൃഗീയമായി ഈ ആരോപണത്തിൻ്റെ പേരിൽ ഈ മനുഷ്യനെ കൊന്നു തള്ളി. ഒന്നാലോചിച്ച് നോക്കണം. സ്വന്തം കുടുംബത്തിനു വേണ്ടി, 2 മക്കളുടെ മുന്നോട്ടുള്ള ജീവിതത്തിനു വേണ്ടി, ചോര നീരാക്കി അധ്വാനിക്കാൻ വേണ്ടി നമ്മുടെ സുന്ദരമായ കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യന് നഷ്ടമായതേ സ്വന്തം ജീവനായിരുന്നു. പക്ഷേ ഒരു കാര്യം ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമുണ്ട്. മറ്റൊന്നുമല്ല, ഈ മൃഗീയമായി കൊല ചെയ്യുന്നവരും നമ്മുടെ രാജ്യത്തുള്ളവരാണ്. ഈ കൊലപാതകത്തിലൂടെ ജീവൻ പൊലിയുന്നതും നമ്മുടെ രാജ്യത്തുള്ളവരുടേതാണ്. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, നമ്മുടെ രാജ്യം, നമ്മുടെ ഈ സംസ്ഥാനം ഗതി പിടിക്കില്ല എന്നുള്ളതാണ്. കാരണം വേറൊന്നുമല്ല, ഈ പാവപ്പെട്ടവനെ കാത്തിരിക്കുന്നൊരു പെണ്ണുണ്ട് അങ്ങ് ഛത്തീസ്ഗഡിൽ. ഇവനെ അച്ചാന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്ന 2 മക്കളുണ്ടായിരുന്നു. അവരുടെ നെഞ്ച് തകരുന്ന കാലത്തോളം ഗതി പിടിക്കില്ല നമ്മുടെ ഈ രാജ്യം, അല്ലെങ്കിൽ നമ്മുടെ ഈ സംസ്ഥാനം ഗതി പിടിക്കില്ല എന്നുള്ളതാണ്. അങ്ങ് വർഷങ്ങൾക്ക് മുമ്പേ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈയിട്ട് വാരിയ മധു എന്ന ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവനെ ഇതുപോലെ ഒരാൾക്കൂട്ട കൊലയിലൂടെയാണ് കൊന്നു തള്ളിയത്. അവൻ്റെ ശാപവും ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ ഒരു കാര്യം നമ്മളെല്ലാവരെയും വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട്. അതിലേറെ നമ്മളെല്ലാവരും ഗൗരവത്തോടെ എടുക്കേണ്ടതുമാണ്. വേറൊന്നുമല്ല, ഈ രാജ്യത്തെ ഒറ്റുകൊടുത്തവരും ഈ രാജ്യത്തിൻ്റെ മഹിതമായ സംസ്കാരം വെട്ടിമുറിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മാറ്റിപ്പണിയാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തികൾ ഇന്നിവിടെ സുഭിക്ഷമായി ജീവിക്കുകയാണ്. ഡസൻ കണക്കിന് തെളിവുകളാണ് നമുക്ക് മുന്നിൽ വെക്കാനുള്ളത്. അവരെല്ലാവരും സുഭിക്ഷമായി ഇവിടെ ജീവിക്കുമ്പോൾ ഇതുപോലെ കുടുംബത്തിന് വേണ്ടി, സ്വന്തം മക്കൾക്ക് വേണ്ടി അധ്വാനിക്കാൻ വന്ന ഈ പാവപ്പെട്ടവനെയൊക്കെ കൊന്നു തള്ളിക്കളഞ്ഞു എന്നാലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നാളുകളായി ആരോപിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്, ബംഗ്ലാദേശിൽ നിന്നും നിരവധി ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഈ ആരോപണത്തിൻ്റെ പേരിൽ ഉത്തരേന്ത്യയിലൊക്കെ പല ആൾക്കൂട്ട കൊലപാതകത്തിലൂടെയും പലരെയും കൊന്നു തള്ളിയിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു മുഖമാണ് നമ്മുടെ ഈ സുന്ദരമായ മലയാളത്തിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്, നമ്മുടെ കേരളത്തിൽ സംഭവിച്ചത് എന്ന് നാം വളരെ ഗൗരവത്തിലെടുക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ.